രാമേന്ദ്ര, കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതീക്ഷിക്കലിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മറുപടിയാണ് AR റഹ്മാനിൽ നിന്ന് വന്നത്. സാധാരണ രീതിയിൽ ഞാൻ പലപ്പോഴും ഈ അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ ഒരു വർഗീയമായിട്ടുള്ള ഉത്തരങ്ങൾ എവിടെയെങ്കിലും നൽകിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോഴുണ്ടാവും, എന്തായാലും എൻ്റെ ഒരു ശ്രദ്ധയിലില്ലാതിരുന്നൊരു കാര്യം. പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് അദ്ദേഹത്തിന് ഹിന്ദിയിൽ കാര്യമായി വർക്കൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുകയും അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദ്യകർത്താവ് ചോദിക്കുന്ന സമയത്ത് അത് വർഗീയത ആയിരിക്കാം എന്ന് അയാൾ പറയുന്നുണ്ട്. വർഗീയത ആയിരിക്കാം എന്നതല്ല ആദ്യം പറയുന്നത്, അത് ഭരണമാറ്റത്തിൻ്റെ ഫലമായി വന്ന മാറ്റമായിരിക്കാം, അത്ര സർഗശേഷിയുള്ളവരൊന്നും അല്ലാത്തതിൻ്റെ ഫലം കൂടിയായിരിക്കാം അത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അതിങ്ങനെയാണ് അവസാനിക്കുന്നത്. എന്താണ് അതിൻ്റെ അങ്ങനെ വരുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? അതായത് BBC ഏഷ്യ അതിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിലാണ് AR റഹ്മാൻ ഞാനിത് ഇൻ്റർവ്യൂ വായിച്ചു വരുമ്പോൾ അതിൻ്റെ കാരണം കമ്മ്യൂണൽ വർഗീയത ആയിരിക്കാം എന്ന് പറയുന്നത് വായിച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. പണ്ട് കേരളത്തിലൊരു വലിയ സാഹിത്യകാരൻ എന്നോട് അദ്ദേഹത്തിനെതിരെ ഉപ്പുപ്പാൻ്റെ കുയ്യാനകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കാരണം ചോദിച്ചപ്പോഴും അത് കാരണം വർഗീയതയായിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സംഭവിച്ചത്. ചില ആളുകളിൽ നിന്ന് ചില ഘട്ടങ്ങളിൽ ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ കണക്ക് ഞാൻ പറയാം. കാരണം AR റഹ്മാൻ പറഞ്ഞത് സത്യത്തിൽ പോഴത്തമാണ്. കഴിഞ്ഞ ആ 8 കൊല്ലം ഉണ്ടല്ലോ, 2017 മുതൽ 2025 വരെയുള്ള കാലമാണ് റഹ്മാൻ പറയുന്നത്. അതിന് മുമ്പത്തെ 8 കൊല്ലത്തെ കണക്കും കൂടി ഞാൻ നോക്കിയപ്പോൾ 2017-2025 കാലത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളുടെ എണ്ണവും കൂടുതലാണ്. ഹിന്ദി സിനിമയുടെയും തമിഴ് സിനിമയുടെയും എണ്ണം സെയിമാണ്. അപ്പോൾ പിന്നെ തമിഴ് സിനിമയിലും പടമില്ലായിരുന്നു എന്നല്ലേ അർത്ഥം? അത് വർഗീയത കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 1991 മണിരത്നത്തിൻ്റെ റോജ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്യുമ്പോൾ പാട്ടുകൾ അതേ ട്യൂണിൽ ഹിന്ദി ലിറിക്സിൽ ചെയ്യുന്നു. മണിരത്നത്തിൻ്റെ 3 പടം അങ്ങനെയാണ് ഹിന്ദി പാട്ടുകൾ റഹ്മാൻ്റെതായിട്ട് നമ്മൾ കേൾക്കുന്നത്. അല്ലാതെ ഹിന്ദി സിനിമക്കാർ പുള്ളിക്ക് പണി കൊടുക്കുകയല്ല. ആദ്യത്തെ പണി കൊടുക്കുന്നത് മറ്റേ അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്, നല്ല അർത്ഥത്തിൽ അല്ല. അതായത് അയാൾക്ക് അവിടെ തൊഴിൽ കിട്ടുന്നത് അല്ലെങ്കിൽ അവിടെ അദ്ദേഹത്തിന്റെ പ്രതിഭ പ്രകടമാക്കാനായിട്ട് അവസരം കിട്ടുന്നത് തമിഴ് സിനിമ വഴിയാണ്. അതിന്റെ ഡബ്ബിംഗ് വേർഷൻ വഴിയാണ്. മണിരത്നത്തിന്റെ 1991 റോജ, ബോംബെ മണിരത്നത്തിന്റെ തന്നെ 1995, പിന്നെ ദിൽസെ 1998. അതായത് 7 കൊല്ലം 1991 മുതൽ 98 വരെ ഇങ്ങനെ പോകുന്നു. 1995 രംഗീല വരുന്നുണ്ട്. പക്ഷെ അത് സംവിധാനം ചെയ്ത് രാംഗോപാൽ വർമ്മയും അയാൾ ആന്ധ്രക്കാരനല്ലേ. അപ്പോൾ ഒരു ഹിന്ദിക്കാരനല്ല. ഈ 7 കൊല്ലം ആദ്യത്തെ 7 കൊല്ലം ഹിന്ദിയിൽ ജോലി കൊടുത്തിരിക്കുന്നത് ഹിന്ദിക്കാരനല്ല. അങ്ങനെ ഒരു ഫാക്റ്റും കിടപ്പുണ്ട്. അവർക്ക് അവരുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവിടെ കിടപ്പില്ലേ. അപ്പോൾ 1999 ഒരു വ്യത്യാസം വന്നു. സുഭാഷ് ഘൽ താഴ് എന്ന് പറഞ്ഞ സിനിമയിലെ വളരെ അറിയപ്പെടുന്ന പാട്ടുകൾക്കൊക്കെ വേണ്ടി വിളിക്കുന്നു. അങ്ങനെ ഹിന്ദിയിൽ അപരിചിതനല്ലാതായി ഈ താഴ്. എല്ലാവരും അടുക്കളയിലും കൂടി മുഴങ്ങാൻ തുടങ്ങി താഴിലെ പാട്ടുകൾ. അങ്ങനെ പഞ്ചാബിയും ഹിന്ദിയും ഒക്കെ ചേർന്ന പാട്ടുകൾ ഒക്കെയാണ് അതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഹിന്ദി അപ്പോഴും സംസാരിക്കാൻ പറ്റില്ല റഹ്മാന്. അപ്പോൾ സുഭാഷ് ഘായ് പറഞ്ഞു, ഒരുപാട് കാലം നിങ്ങളിവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഹിന്ദി സംസാരിക്കുന്നത് നന്നായിരിക്കും, ഹിന്ദി പഠിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഉറുദു പഠിക്കാം എന്ന് പറഞ്ഞിട്ട്, ഹിന്ദിയുടെ മാതാവാണെന്ന് ഉറുദു എന്ന് പറഞ്ഞിട്ട് ഉറുദു പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ഉറുദു പഠിക്കാൻ തീരുമാനിച്ചിട്ട് പഠിക്കുന്നത് അറബിക് അക്ഷരവും ഒക്കെ പഠിക്കുകയാണ്. പിന്നെ സുഖ്വീന്ദർ സിംഗ് എന്ന് പറഞ്ഞിട്ട് പാട്ട് എഴുതുകയും പാടുകയൊക്കെ ചെയ്യുന്ന സുഖ്വീന്ദർ സിംഗിൻ്റെ സ്വാധീനത്തിൽ പഞ്ചാബി പഠിക്കാൻ തുടങ്ങി.
അപ്പോൾ ദിൽസയിലെ ചയ്യ ചയ്യ എന്ന് പറഞ്ഞ ഹിറ്റ് ഇതൊക്കെ എഴുതുന്നതൊക്കെ സുഖ്വീന്ദർ സിംഗ് ആണ്. പിന്നെ താളിലെ റംതാ ജോഗി എന്ന് പറഞ്ഞ പാട്ട്, പിന്നെ സ്ലം ഡോഗ് മില്യണയറിലെ ജയ് ഹോ എന്ന് പറഞ്ഞ ഓസ്കർ ഒക്കെ നേടിയ ഇതൊക്കെ സുഖ്വീന്ദർ സിംഗിന്റെ പാട്ടാണ്. അപ്പോൾ സുഖ്വീന്ദർ സിംഗുമായിട്ട് നല്ല ബന്ധമായി, അങ്ങനെ പഞ്ചാബിയൊക്കെ ആയിട്ടൊരു അടുപ്പമൊക്കെ വന്നു. പിന്നെ ഇഷ്ക് ബിന എന്ന് പറഞ്ഞ താളിലെ പാട്ട്, ഇങ്ങനെ. അപ്പം ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അഭിമുഖകാരൻ ചോദ്യം ചോദിക്കുന്നത്, കഴിഞ്ഞ 8 കൊല്ലമായിട്ട് പക്ഷേ ഹിന്ദിയിൽ നിന്ന് എനിക്കൊന്നും ഉണ്ടായില്ല, എന്താ അവിടെ വിവേചനം ഉണ്ടോ എന്ന് ചോദ്യം. അപ്പം റഹ്മാൻ പറയാണ്, അവരെ കാരണങ്ങൾ മറച്ചു പിടിച്ചിട്ടുണ്ടാകാം, എനിക്ക് അറിഞ്ഞുകൂടാ, അധികാരത്തിൻ്റെതായ മാറ്റങ്ങൾ കാരണമായിരിക്കാം. അപ്പോൾ അധികാരമില്ലാത്തവർ വരുമ്പോൾ സർഗശേഷിയില്ലാത്തവർ ഭരിക്കും. വർഗീയതയും കാരണമാകാം, വർഗീയതയാകാം. പക്ഷെ ഇതൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ചിലപ്പോഴൊക്കെ പറയും ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പറയും. പക്ഷെ സംഗീത കമ്പനി വേറെ 5 പേരെയാണ് സംഗീത സംവിധാനത്തിന് നിശ്ചയിച്ചത് എന്ന് പറയും. ശരി, സന്തോഷം, ഞാൻ കുടുംബത്തിൻ്റെ കൂടെ ചെലവഴിച്ചോളാം എന്ന് ഞാൻ പറയും. ഞാൻ ജോലി അന്വേഷിക്കുന്നില്ല, ജോലി വരുമ്പോൾ ചെയ്യാം, അറിയിക്കുന്നത് എനിക്ക് കിട്ടും. ഇതാണ് മറുപടി പറയുന്നത്. എങ്കിലും എനിക്ക് അതിൻ്റെ അകത്ത് തോന്നുന്ന ഒരു കാര്യം, ഹിന്ദി സിനിമ അടക്കി വാഴുന്നത് 3 ഖാൻമാരാണല്ലോ. അതെ. അപ്പോൾ സൽമാൻ ഖാൻ, മറ്റേ ആമിർ ഖാൻ, ഷാറുഖ് ഖാൻ. അതെ. അപ്പോൾ അവർക്ക് അവരുടെ ഒരു സ്വാധീനത്തിലേക്കോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഒന്നും സിനിമ ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ തനിക്ക് പണി കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം അദ്ദേഹം നടത്തിയിട്ടില്ല. അദ്ദേഹം പറയുന്ന വാക്കുകളുടെ ഒരു രസകരമായിട്ടുള്ള വശമായിട്ട് എനിക്ക് തോന്നുന്നത്, ഞാൻ കുടുംബത്തോടെ സമയം ചെലവഴിച്ചോളാം, ജോലി വരുമ്പോൾ ആയിക്കോട്ടെ. പക്ഷെ അതിലൊരു കല്ലുകടി പോലെ നിൽക്കുന്നൊരു സംഭവം മാത്രമായിട്ടാണ് ആ ഒരു വാചകം എനിക്ക് തോന്നുന്നത്. അതെ, വർഗീയതയാകാം എന്ന് പറയുന്നത്. പിന്നെ ആ വർഗീയത ഉണ്ടാകുന്നതിന് കാരണമായിട്ട് റഹ്മാൻ പറയുന്നത് ഭരണമാറ്റവും ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഹ്മാനൊരു പശ്ചാത്തലമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അയാൾ എപ്പോഴും ഹിന്ദി വിരുദ്ധ, അതായത് തമിഴ്നാട്ടിലൊരു ഹിന്ദി വിരുദ്ധത ഉണ്ടല്ലോ. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പടം പരാശക്തി എന്നുള്ള പടം തന്നെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം 1960-കളിലെ, അതതിൻ്റെ തീം. അവർ ഹിന്ദി വിരുദ്ധരായതുകൊണ്ട് ഇയാളുടെ ഈ സർഗശേഷി മാത്രം കൊണ്ട് നടക്കുകയല്ല, ഇയാൾ തമിഴ് തെരിയാതെ പോടാ എന്ന് പറഞ്ഞ സംഘത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് തമിഴ് അറിയില്ല, നീ പോയി പണി നോക്കണം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സ്വാഭാവികമായിട്ടും ഹിന്ദി സിനിമയിൽ ഒരു കുറവണി ഉണ്ടാവാം. ഇയാള് അതുപോലെ അമിത്ഷായ്ക്കെതിരെ ഇയാൾ നിലപാടെടുത്തിട്ടുണ്ട്. ഇയാളൊരു ചടങ്ങിൽ ഇയാളുടെ ഭാര്യ ഹിന്ദി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ റഹ്മാൻ വിലക്കിയിട്ടുണ്ട് പരസ്യമായിട്ട്. അപ്പോൾ ഈ പശ്ചാത്തലം ഒക്കെ ഇയാൾക്കുണ്ട്. PSN ചോദിച്ചത് ന്യായമായ സംശയമാണ്. 3 ഖാൻമാരടക്കി വാഴുന്ന ഹിന്ദി സിനിമാ രംഗത്ത് ആ 3 ഖാൻമാർ ഇയാൾക്ക് വിളിച്ചിട്ട് ഇഷ്ടം പോലെ സിനിമ കൊടുക്കായിരുന്നില്ലേ? അവരുടെ സിനിമകളിലൊക്കെ സംഗീതം ചെയ്യിക്കാമായിരുന്നില്ലേ? അപ്പോൾ വിവേചനം ശരിക്കും അയാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹിന്ദി സംഗീതത്തിലെ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെയല്ലേ? അല്ല, അതിൻ്റെ ഒരു ബേസിക് റീസൺ മിക്കവാറും ഇതായിരിക്കുള്ളൂ. ഈ തമിഴും അതുപോലെ ഹിന്ദിയും തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടല്ലോ എപ്പോഴും. തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും ഒരു ഹിന്ദി ബോർഡ് കണ്ടാൽ തമിഴിന് അത് ടാറടിക്കും, നമുക്കറിയാം. അപ്പോൾ ആ ഒരു പശ്ചാത്തലം കൂടി വേണമെങ്കിൽ അത്തരത്തിലുള്ളൊരു വിവേചനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. മറ്റത് ഒഴിവാക്കാവുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, എത്രയോ ആളുകൾ, ഒന്നാമത് ഹിന്ദി സിനിമ വളരെ കോസ്മോപൊളിറ്റൻ ആണ്. കാരണം പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ പോയി പ്രവർത്തിക്കുന്നതാണ്. മലയാളികളായ 2 ക്യാമറാമാൻമാരൊക്കെ ഉണ്ട് അവിടെ, പ്രവർത്തിക്കുന്നുണ്ട്. മലയാളികളായ സംവിധായകൻ മാത്തൻ എന്ന് പറഞ്ഞിട്ടൊരു സംവിധായകൻ ഇല്ലേ, പ്രിയദർശൻ ഇല്ലേ, പല സ്ഥലത്ത് ജീത്തു ജോസഫ്, പല സ്ഥലത്തുനിന്ന് പോകുന്ന ആളുകളും ഒക്കെ, ഹരി നായർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന ആളുകൾ, പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ ചെന്ന് ചേരുന്നൊരു സ്ഥലമല്ലേ മുംബൈ. അവിടെ അങ്ങനെയൊന്നും അവിടുത്തെ സംസ്കാരത്തിലൊന്നും ഈ വർഗീയതയും ഈ പറയുന്ന പോലെ ഉള്ളൊരു സംഭവം ഈ ഖാൻമാർ അടക്കി വാഴുന്ന ഒരു മേഖലയിൽ എന്തായാലും അവർ കെട്ടിപ്പിടിക്കേണ്ടതല്ലേ റഹ്മാനെ. ഇനി വേറൊരു സംഭവം, ഈ
ഇപ്പോൾ 17 പടത്തിലോ മറ്റോ വർക്ക് ചെയ്യുന്നുണ്ട് റഹ്മാൻ. അതിൽ 8 പടം ഹിന്ദിയാണ്. അതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടം ഏതാണെന്നറിയോ? നിതേഷ് തിവാരിയുടെ രാമായണം സിനിമയിൽ മ്യൂസിക് ചെയ്യുന്നത് അത് നിതേഷ് തിവാരി, ഹിന്ദു. റഹ്മാനെയാണ് സംഗീത സംവിധാനത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പോഴത്തരയില്ലേ ഇയാൾ വർഗീയത എന്ന് പറയുന്നത്? രാമായണ സിനിമ, ഹിന്ദുക്കളുടെ ഇതിഹാസം, സംവിധായകൻ ഇല്ലേ അല്ല, ഹിന്ദു, രാമായണത്തിൽ ഇയാളെ മ്യൂസിക്. നമ്മൾ പൊതുവെ മനസ്സിലാക്കിയേക്കുന്നത് സിനിമ പോലെയുള്ള ഒരു സർഗശേഷി ആവശ്യമുള്ള ഒരിടത്തെ ഈ വർഗീയത കൊണ്ടുവന്നിട്ട് അവർക്കതിൽ വിജയം നേടാനായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിവാണ് അവിടെ പ്രധാനപ്പെട്ടത്. ഇയാൾക്ക് കഴിവുണ്ട്, ഇയാള് പലതിനും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇയാൾക്ക് എന്തെങ്കിലും ഇൽ ഫീലിംഗ് വേറെ രീതിയിൽ ഉണ്ടായിട്ടുണ്ടാകാം അങ്ങനെ പറയുന്നതിന്. അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള സാധനമാകാം. അതല്ലെന്ന്, ഇയാൾക്ക് ഇങ്ങനത്തെ ചില പശ്ചാത്തലങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇയാൾ ഈ ഹിന്ദി വിരുദ്ധതയുടെ കൂടെ, ഹിന്ദി വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഒക്കെ ചേർന്ന് കിടക്കുന്നുണ്ട്. ഇയാൾക്ക് ഹിന്ദിയിൽ 8 കൊല്ലം പടം കിട്ടിയില്ല എന്നുള്ള ഒരു സംഭവം വരുമ്പോൾ ഇയാൾക്ക് ഇതായിരിക്കാൻ കാരണം ഞാൻ മുസ്ലിം ആയിരിക്കാം എന്നൊക്കെ തോന്നുന്നതാണ്. ഇനി നമ്മൾ ഡാറ്റ എടുത്ത് നോക്കുമ്പോഴും തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. ഇപ്പം ഇയാൾ ചെയ്യുന്ന 17 പടത്തിൽ 8 ഹിന്ദി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പടം രാമായണം, ഹിന്ദു തന്നെ വിളിച്ച് കൊടുത്തിരിക്കുന്നു. ഇനി ഇയാൾ പറയുന്ന 2018 മുതൽ 2025 വരെയല്ലേ, അതിന് മുമ്പത്തെ 8 കൊല്ലം എടുക്കാം, 2010 മുതൽ 2017 വരെ 39 പടമാണ് അത്ര ആ 8 വർഷം ചെയ്തിരിക്കുന്നത്. അതിൽ ഹിന്ദി 13, ഇംഗ്ലീഷ് 7, മറ്റേ തമിഴ് 15, തമിഴ് 15, ഹിന്ദി 13. വലിയ വ്യത്യാസമില്ല അതിന് മുമ്പത്തെ കാലഘട്ടത്തിൽ. പേർഷ്യൻ 1, ഇംഗ്ലീഷ് 3, ഇങ്ങനെയാണ് അത് കിടക്കുന്നത് 8 വർഷം. പിന്നത്തെ ഹിന്ദി 2018-25 ഇയാൾ പറയുന്ന പ്രശ്നകാലത്ത് അപ്പോൾ 42 പടം ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് സെയിമാ, 39-ഉം 42. ഈ പ്രശ്നകാലം എന്ന് ഇയാൾ പറയുന്നു. ഹിന്ദിക്കാർ ജോലി കൊടുക്കാത്തതെന്ന് പറയുന്ന കാലത്ത് ഇയാൾ 42 പടം ആകെ ചെയ്തു. അതിൽ ഹിന്ദിയും തമിഴും 18 വീതം. സെയിമാ, വിവേചനം ഉണ്ടായിട്ടില്ല പിയേസ. 18 വീതം. പിന്നെ മലയാളം 2 എണ്ണം, വേറെ ഇംഗ്ലീഷ് 3 എണ്ണം. ഇങ്ങനെയാണ്, കണക്കും തെറ്റാ. എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ BBC ആയിട്ട് നടക്കുന്ന ഇന്റർവ്യൂവിന്റെ ഒരു പീരീഡ് ഉണ്ടല്ലോ, ആ സമയത്ത് ഉള്ള ഒരു ഫീല് മാത്രമായിരിക്കാം. ഡാറ്റ വെച്ചിട്ട് അയാൾക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് കാണുന്നു. ഡാറ്റ മുഴുവൻ അയാൾ പറയുന്നതിന് വിരുദ്ധമാണ്. ഹിന്ദിയിലും തമിഴിലും ഒരേ നമ്പർ 18 ആ കാലഘട്ടത്തിൽ. നമ്മൾ ഈ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും പുള്ളിക്ക് എന്തെങ്കിലും അത്തരത്തിൽ വല്ല വൃക്ക് എവിടെയെങ്കിലും ഉണ്ടായി? അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ പിണങ്ങിപ്പോയി. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.